ഒരു രക്ഷയുമില്ലാതെ മുന്നേറുകയാണ് ഉണ്ണി മുകുന്ദന്റെ മാർക്കോ. ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് അനീഫ് അഥേനി തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത ഉണ്ണി മുകുന്ദന്റെ ചിത്രം മാർക്കോ ലോകമെമ്പാടും തരംഗമായിരിക്കുകയാണ്. ഹെവി മാസ് വയലൻസ് മൂവി എന്നാണ് ഏവരും ചിത്രത്തെ വാഴ്ത്തുന്നത്. ഇപ്പോഴിതാ സിനിമയുടെ രണ്ടാം ഭാഗത്തിനായിരിക്കുന്ന മാർക്കോ 2-വിൽ തമിഴ് സൂപ്പർ താരം ചിയാൻ വിക്രം വില്ലനായി എത്തുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇതോടെ ചൂടുപിടിച്ച ചർച്ചകളാണ് നടക്കുന്നത്. ഉണ്ണിയോടൊപ്പം വിക്രമും ഒന്നിക്കുന്നുവെന്ന രീതിയിലെത്തിയിരിക്കുകയാണ് വാർത്ത. ഇതേവരും ആവേശത്തോടുകൂടിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. തിയേറ്ററുകളിൽ മൂന്നാമത്തെ ആഴ്ച പിന്നിടുമ്പോൾ മികച്ച കളക്ഷനുമായി എല്ലാ ഭാഷകളിലും നിറഞ്ഞ സദസ്സിൽ മാർക്കോ കുതിപ്പ് തുടരുകയാണ്. മലയാളത്തിനു പുറമെ ഹിന്ദിയിലും തെലുങ്കിലും തമിഴിലും ഉൾപ്പെടെ വലിയ സ്വീകാര്യതയാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഉണ്ണി മുകുന്ദന്റെ ഏറ്റവും വലിയ ഹിറ്റായിരിക്കുകയാണ് മാർക്കോ എന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. മലയാളത്തിൽ ഒട്ടേറെ ഹിറ്റ് സിനിമകൾ ഒരുക്കിയ ഹനീഫ് അഥേനി സംവിധാനത്തിൽ എത്തിയിരിക്കുന്ന മാർക്കോ ഒരു വയലൻസ് ആക്ഷൻ പാക്ഡ് ക്രൈം ഡ്രാമയായി തിയേറ്ററുകൾ കീഴടക്കി മുന്നേറുകയാണ്. ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിച്ചുകൊണ്ടാണ് സൂക്ഷ്മമായി കൊറിയോഗ്രാഫി ചെയ്ത ഈ ആക്ഷൻ രംഗങ്ങളിലൂടെയുള്ള ചിത്രം പോകുന്നത്. സ്വർണ്ണക്കടത്തിന്റെ അപകടകരമായ ലോകത്തിനുള്ളിൽ പ്രതികാരത്തിന്റെയും വീണ്ടെടുക്കലിന്റെയും കഥയാണ് സിനിമ പറയുന്നത്. എന്തായാലും ചിത്രം എല്ലാവർക്കും ഇഷ്ടമായി. ബാഹുബലിക്ക് ശേഷം കൊറിയയിൽ റിലീസ് ചെയ്യുന്ന ആദ്യ ദക്ഷിണേന്ത്യൻ ചിത്രമെന്ന നേട്ടവും മാർക്കോ നേടിക്കഴിഞ്ഞു. ഏപ്രിലാണ് സിനിമയുടെ കൊറിയൻ റിലീസ്. 100ഓളം തിയേറ്ററുകളിലാണ് ചിത്രം കൊറിയയിലും എത്തുന്നത്. ഇതോടെ ഉറപ്പാണ് ഉണ്ണി മുകുന്ദന്റെ മാർക്കോ 1000 കോടി നേടുമെന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.